ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ കണ്ണൂർക്കാർക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം, എന്താ തക്കാര പരിപാടികളായാലും ബർത്ത്ഡേ പരിപാടികളായാലും നിർബന്ധമായിട്ട് ഫസ്റ്റ് തന്നെ കല്യാണത്തിനായാലും ഫസ്റ്റ് തന്നെ ഉണ്ടാകുന്ന ഒന്നാണ് അൽസ. അപ്പോൾ അൽസ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെന്നെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ 1/2 കിലോ ഗോതമ്പാണ് എടുത്തിട്ടുണ്ടായത്. അതെന്നൊക്കെ നൈറ്റ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് പിന്നെ നമുക്കൊരു തേങ്ങയാണ് വേണ്ടത്. ഒരു തേങ്ങ മൊത്തത്തിലെടുത്തിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് പാല് മാറ്റി വെച്ചിട്ട് ബാക്കി വരുന്ന പാല് നമ്മൾ അവിടെ എടുത്ത് വെക്കുക. എന്നിട്ട് ഒരു കുക്കറിലേക്ക് നമ്മൾ ഗോതമ്പ് കഴുകി നല്ല ക്ലീനാക്കിയിട്ട് അതിലേക്കിട്ട് നമ്മളെ ഗോതമ്പ് മുങ്ങുന്ന വിധത്തിലായിട്ട് നമ്മളെ സെക്കൻഡ് പാല് അതിലേക്ക് ഒഴിക്കുക. അതിൻ്റെ കൂടെ 5 വെളുത്തുള്ളി, 4 കറാമ്പ്, ഒരു പാതി ഉള്ളിയും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കനും കൂടി അതിലിട്ടിട്ട് ഒരു 7 വിസിൽ അടിക്കുന്ന വിധത്തിൽ വേവിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ വെന്തതിന് ശേഷം നമ്മളൊന്ന് ചൂട് ആറാൻ വേണ്ടി വെക്കണം. ഗോതമ്പ് ചൂട് ആറിയതിന് ശേഷം നമ്മളെ ജാറിലേക്ക് ഈ ഗോതമ്പിൻ്റെ ബാറ്റർ കുറച്ചായിട്ട് ഇട്ട് നമ്മളെ സെക്കൻഡ് പാല് കുറച്ചൊഴിച്ച് കുറച്ചായി അടിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ചിക്കന് ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ടായത് ചിക്കൻ ഇങ്ങനെ അടത്തിയിടുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് അടിക്കുന്നതാണ് നല്ലത്. അത് ചിക്കനും കൂടി ഇട്ടിട്ട് അതിൽ അടിക്കുമ്പോൾ നമ്മൾ കറാമ്പ് മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് വെളുത്തുള്ളിയും ചിക്കനും ഇട്ടിട്ട് അടിച്ചെടുക്കുക. കറാമ്പ് ഒഴിവാക്കണം, കറാമ്പ് ഇട്ടിട്ട് അടിക്കണ്ട. വെളുത്തുള്ളിയും ചിക്കനും ഇട്ടിട്ട് അടിച്ചിട്ട് നമ്മൾ ഏത് ബൗളിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഈ ബാറ്റർ ഒഴിക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് സാധനമാണ് നമ്മളെ മുന്തിരി, അണ്ടി, പിന്നെ ഉള്ളി. അതെന്താക്കുക, ഗീയിൽ നല്ലോണം ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഉള്ളി ഇതാക്കിയിട്ട് എടുത്ത് മാറ്റി വെക്കുക. അതേപോലെ നമ്മളെ മുന്തിരി, അണ്ടി അതുപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ ഒന്ന് നല്ലോണം പതപ്പിച്ചെടുക്കണം. ഒരു കുറുകി വരുന്നത് വരെ, പതച്ച് വരുന്നത് വരെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാൽ ഒഴിച്ച് കഴിഞ്ഞാലും ഒരു കട്ടി വേഗം തന്നെ കുറുകി വരുമല്ലോ. അപ്പോൾ നിങ്ങൾ കൈ എടുക്കാണ്ട് തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിന്നാൽ എൻ്റെ ചെറുതായിട്ട് അടിക്ക് ഇങ്ങനെ പിടിക്കണോ വേണ്ടിയോ എന്നുള്ളതില്ല ഉണ്ടായത്. എന്നിട്ട് പിന്നെ എന്താക്കാം, നല്ലോണം പതച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ നെയ്യും ഈ ഉള്ളിയും പിന്നെ നമ്മളെ അണ്ടിയൊക്കെ ഇട്ടിട്ട് മൊത്തത്തിൽ മിക്സ് ആക്കുക. ചില ആൾക്കാർ ഈ സെർവ് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ മേലയിലൊന്നും ഇട്ടിട്ട് കാണൽ. ഇതൊന്ന് മൊത്തത്തിലിട്ടിട്ട് മിക്സാക്കി പിന്നെ നമ്മൾ കുറച്ചും കൂടി ഗീയും കൂടി ഇട്ടിട്ട് മിക്സാക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ഫോളോ ചെയ്ത് സപ്പോർട്ട്